ഹായ് ഫ്രണ്ട്സ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും അത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പിനകത്ത് നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, ടൂളിൻ്റെ യൂസേജുകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോക്കകത്തോട് പറയാൻ പോകുന്നത്. ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ് യൂസ് ചെയ്യലാണ് ഒന്നുകൂടി സുഖം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ക്രീനിൻ്റെ കുറച്ച് വൈഡായിട്ട് കാണാനും അതും ഇതൊക്കെ നമുക്ക് ആപ്പിനകത്താണ് കൂടുതൽ നല്ലത്. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും താഴെ നോക്കുക, വാച്ച് ലിസ്റ്റ് ഉണ്ടാവും, ചാർട്ട്, എക്സ്പ്ലോർ, ഐഡിയാസ്, മെനു, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വാച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് പേയേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റിമൂവ് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക, വീണ്ടും അടുത്തതിനെ, അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാവരെയും ഇങ്ങനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് വിടുക. റിമൂവ് ചെയ്ത് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാതൊക്കെ അങ്ങനെ റിമൂവ് ചെയ്ത് വിട്ടോളാം. പിന്നെ ഇത് സെഷൻസ് പോലെ ഇവിടെ കാണാൻ പറ്റും, ക്രിപ്റ്റോ ഫോറക്സ് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റയർ ആ ഒരു സെഷന് തന്നെ കണ്ടോ പോയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു സംഗതികളൊക്കെ പോയി. അങ്ങനെ എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കുറച്ച് പേഴ്സ്, ഇപ്പോൾ USD INR അല്ലെങ്കിൽ യൂറോ USD ഗോൾഡോ ഓയിലോ BTC ഏതാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റ് മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം, അതേപോലെ ആഡ് ലിസ്റ്റ് എന്ന് ഇവിടെ കാണുന്ന ഭാഗം, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇവിടെ പ്ലസ് ഉണ്ട്. ഈ പ്ലസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾ സ്റ്റോക്സ്, ഫണ്ട്, ഫ്യൂച്ചേഴ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറക്സ്, ക്രിപ്റ്റോ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ എന്ത് സെർച്ച് ചെയ്യാം, ആവശ്യമുള്ള പെയർ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ XAG USD ആണ് ഞാൻ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നതെന്ന് വിചാരിക്കാം. XAG USD, അതായത് സിൽവർ ആണിത്. ഓക്കെ, അപ്പോൾ XAG USD നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് XAG USD ഒയാണ്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, forex.com പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, FX Open, FXM, അങ്ങനെ കുറേ ബ്രോക്കേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചാർട്ട് പ്രൊവൈഡേഴ്സ് ആണ്. അപ്പോൾ ഈ പ്ലസ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ XAG ആഡഡ് ടു കണ്ടോ, താഴത്ത് ആഡായി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ 1 by 1 ആയിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂറോ USD ആണ് വേണ്ടതെങ്കിൽ യൂറോ USD ഞാൻ ഫോറക്സ് FXEM ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പനിയുടേത് ആഡായി കണ്ടോ. ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ ആ കാര്യം മനസ്സിലായി. രണ്ടാമത് ചാർട്ടാണ്. ഇതെന്തിനങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഏത് ചാർട്ടിനകത്തോട്ടും വളരെ സ്പീഡപ്പായിട്ട് കയറി കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഇങ്ങനെ കാണുമ്പോൾ നമുക്കിവിടെ കാണാം 1 day 1 week 1 day 5 day 1 day 1 week 1 month ഇങ്ങനെയൊക്കെ ഇങ്ങനെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ബൈ USDT ഈ ബട്ടൻ്റെ മുകളിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടോ, ഇങ്ങനെയാണ് ആ ചാർട്ടിനെ നമ്മൾ എടുക്കുക. ഇനി വാച്ച് ലിസ്റ്റിലേക്ക് വീണ്ടും വന്നു. ഏത് ചാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതാത് ചാർട്ടിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. നേരെ താഴത്ത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്വയറിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് അതാത് ചാർട്ടുകൾ നമുക്കെടുത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി ചാർട്ടിലേക്ക് വന്നു. ചാർട്ടിലേക്ക് വരുമ്പോൾ ഈ രണ്ടാമത്തെ ഇത് ചാർട്ടാണ് ഏറ്റവും താഴെ. ചാർട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ചാർട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇതിൽ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ വാച്ച് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് വെച്ചത് വളരെ ഈസി ആയിട്ട് ചാർട്ടുകൾ ഇങ്ങനെ കണ്ടോ മാറി മാറി വരും. കണ്ടോ, ഏതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാമത് കാണുന്നത് ടൈം ഫ്രെയിമാണ്. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിം ആണോ ചൂസ് ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ 1 hour ഞാൻ ചൂസ് ചെയ്തപ്പോൾ ചാർട്ട് 1 hour ആയിട്ടുണ്ട്. ഇവിടെ പ്രസ് ചെയ്തിട്ട് 15 seconds ആണ്, അത് പ്രീമിയത്തിൽ കിട്ടുള്ളൂ. 5 minute ഇതൊക്കെ ഫ്രീ ആണ്, 5 minute ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ കണ്ടോ, നമ്മൾക്ക് മുകളിലോട്ടും അടിയിലും ഈ ഭാഗം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഈ നീളം ഇങ്ങനെ കൂടും. ഈ ഭാഗം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റും. ഇനി അതല്ലാതെ നമ്മൾ ഇതിനകത്ത് തന്നെ 2 വിരലുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്ര ആണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ കേട്ടോ, അതാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ് എങ്കിലും സെക്കൻഡ്സുകൾ ഒന്നും നമുക്ക് എന്തല്ല പ്രീമിയത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, മിനിറ്റുകൾ മുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് മനസ്സിലായി. ഇനി ഇവിടെ കണ്ടോ 5 minute കഴിഞ്ഞിട്ട് ഈ കാണുന്ന എംബ്ലം, പെൻസിലിൻ്റെ എംബ്ലം, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ഡ്രോ ചെയ്യാനുള്ള എല്ലാ ടൂൾസും ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ടൂളിനകത്ത് നിന്ന് നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടൂൾസാണ് ഇത്. ഇതെങ്ങനെ ഫേവറേറ്റ്സിനകത്ത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിങ്ങൾക്കത് കാണുന്നുണ്ടാവില്ല, ഇവിടുന്ന് മുതലായിരിക്കും കാണുന്നുണ്ടാവുക, ട്രെൻഡ് ലൈൻസ് മുതൽ. അപ്പോൾ ഏത് ടൂളാണോ നമുക്ക് വേണ്ടത് ആ ഒരു ടൂളിനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ
അപ്പോൾ അത് ആഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് റിമൂവ് കാണിക്കുന്നത്. കാരണം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ റിമൂവ് ആക്കണമെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ആഡ് ചെയ്ത് വെക്കാത്തൊരു ടൂൾ എടുക്കാം. ഹൊറിസോണ്ടൽ റേ കണ്ടോ, അതൊന്ന് പ്രസ് ചെയ്തപ്പോൾ എനിക്കിവിടെ ആഡ് ടു ഫേവറേറ്റ് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റാറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ മുകളിൽ അത് കാണുന്നുണ്ടാവും. കണ്ടോ, ഇതാ പുതുതായിട്ടൊരു ഹൊറിസോണ്ടൽ റേ വന്നു. ഇനി അത് ഫേവറേറ്റ് നിന്ന് റിമൂവ് ചെയ്ത് കളയണമെങ്കിലോ അതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റിമൂവ് ഫ്രം ഫേവറേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഫേവറേറ്റ് നിന്ന് റിമൂവ് ആവും. അങ്ങനെ നമുക്ക് വേണ്ട ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ട്രെൻഡ് ലൈനാണ്. രണ്ടാമത്തത് എനിക്ക് വേണ്ടത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫിബ് റീട്രേസ്മെൻ്റ് ആണ്, ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത് നമുക്ക് ഈ ലോങ് പൊസിഷൻ വേണം, ഷോർട്ട് പൊസിഷൻ അതും നമ്മൾ നെക്കി പിടിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മളത് ആഡ് ചെയ്തോളണം. പിന്നെ നാലാമത് നമുക്ക് ഈ ഹൈലൈറ്റർ ബ്രഷൊക്കെ വേണ്ട ആൾക്കാർക്ക് അതൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ കൂടുതൽ അലമ്പാക്കേണ്ട. ഈ റെക്ടാങ്കിൾ ബോക്സ് നമുക്ക് എന്തായാലും വേണ്ടി വരും. അതേപോലെ പാത്ത് ടൂള് നമുക്ക് വേണ്ടി വരും. പിന്നെ ടെക്സ്റ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഫേവറേറ്റ്സിനകത്ത് വരും. ഫൈൻ, ഇതാണ് ഇതിനകത്തുള്ളത്. ഇനി ആണോ ഇതിവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം. ഒരു ക്രോഡീകൃതമായ രൂപത്തിൽ നമുക്കതിനെ വളരെ വൃത്തിയായിട്ടൊക്കെ വെക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഈ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി മുകളിൽ നോക്കാം, ഇതിൽ മെഷർമെൻറ്റ് ടൂളുണ്ട്, അതേപോലെ തന്നെ സൂമിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇറൈസർ മായ്ക്കാനുള്ളതുണ്ട്, ലോക്ക്. ഇതൊന്നും നമ്മൾ അത്ര യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഡ്രോയിങ് മോഡ് ഓഫാക്കി. പിന്നെ ഹൈഡ്, റിമൂവ്. ഈ റിമൂവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടിനകത്ത് നമ്മൾ ഒരുപാട് കുത്തിവരകൾ നടത്തിയിട്ടുണ്ടാവും. ഈ കുത്തിവരകളൊക്കെ ഒറ്റ ക്ലിക്കിന് ചാർട്ടിൽ ഫുൾ ക്ലീൻ ആയിരിക്കണം എങ്കിൽ റിമൂവ് ഡ്രോയിങ്സ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരച്ച എല്ലാ സംഭവങ്ങളും എന്താവും, റിമൂവ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി നമ്മളെ ടൂള്, ഈ ടൂൾ ബോക്സ് ഇതിനകത്ത് കാണണമെന്ന് വെക്കുക, ചാർട്ടിനകത്ത് കാണണമെന്ന് വെക്കുക. ചാർട്ടിനകത്ത് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ കണ്ടോ ഷോ ഓൺ ചാർട്ട് എന്ന് കണ്ടോ, ഈ ഫേവറേറ്റ്സിൻ്റെ ഏറ്റവും അടിയിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പം എന്താവും, ഇനി ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിനകത്ത് ഷോ ഓൺ ചാർട്ടിനകത്ത് ഇവിടെ കണ്ടോ ടൂള് വന്നിട്ടുണ്ട്, ഈ ടൂൾ ബോക്സ്. ഇതാണ് നമ്മൾ ഫേവറേറ്റിൽ ആഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ. ഇനി ഇത് വേണ്ട, ഇതിൻ്റെ ഈ ഒരു ഗ്രിപ്പ് പോലുള്ള മുകളിലുള്ള സാധനത്തിൽ പിടിച്ചിട്ട് നമുക്ക് ഏത് സ്ഥലത്തോട്ടും ഇത് വേണമെങ്കിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത കാര്യം, അതിൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഹൈഡ് ഫേവറേറ്റ് ഡ്രോയിങ് ടൂൾ ബാർ എന്ന് വരും താഴത്ത്. അതുമൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡായി പോകും. അപ്പോൾ ചാർട്ടിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്, അനലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഷോ ഓൺ ചാർട്ട് പ്രസ് ചെയ്തിട്ട് ആവശ്യമുള്ള ടൂളുകൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വരക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ഈ സ്ക്വയർ ടൂൾ വെച്ച് ഞാൻ ഒന്ന് വരക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഏരിയ, ഇവിടെ ഒരു ഏരിയ ഇൻക്രസ്റ്റൻസ് ഏരിയ വരക്കണം എന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ എവിടെ നിന്നാണോ വരക്കേണ്ടത് ആ ഏരിയയിൽ കൊണ്ടുപോയി വെക്കുക, നേരെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ, ഞാൻ അതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ്. കളർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആ ഒരു ടൂള് ഡബിൾ പ്രസ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് വന്നു. റെക്ടാങ്കിൾ അതിൻ്റെ സെറ്റിങ്സാണ്. സ്റ്റൈല്, ടെക്സ്റ്റ്, കോർഡിനേറ്റ്, വിസിബിലിറ്റി. ഇതിൽ സ്റ്റൈലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ യെല്ലോ കൊടുത്തു, എന്നിട്ട് കുറച്ച് ഒപ്പാസിറ്റി ഒക്കെ കൂട്ടി വെച്ചു, ഓക്കെ കൊടുത്തു. ഒക്കെ കണ്ടോ, അപ്പോൾ അത് ഈ കോലത്തിൽ അലമ്പായി പോയി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കത് അലമ്പാക്കാനും ഇതാക്കാനൊക്കെ പറ്റും. ആ കളർ അതിലൊന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് ചെയ്യണോടുകൂടി ഇവിടെ കണ്ടോ താഴെ ഇവിടെ അതിൻ്റെ സെറ്റിങ്സ് ഇവിടെ വേറെ കിട്ടുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റി, ഒപ്പാസിറ്റി കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു പെയിൻറ്റ് ബോക്സ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ കണ്ടോ ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എല്ലാം കിട്ടും. ടെക്സ്റ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടെ 5 മിനിറ്റിൻ്റെ റെക്ടാങ്കിൾ ഏരിയ ആണെന്ന് വിചാരിക്കുക. 5 മിനിറ്റ് എന്ന് സെലക്ട് ചെയ്തു. ടെക്സ്റ്റിൻ്റെ കളർ ഞാനൊരു ലൈറ്റ് ഗ്രേ കൊടുത്തു. ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ട് ഇവിടെ ഇൻസൈഡ് ആണോ അതോ ബോക്സിൻ്റെ ഇൻസൈഡിൽ വരണോ ടോപ്പിൽ വരണോ എന്നൊക്കെയാണ് അതവിടെ കൊടുക്കുന്നത്. പിന്നെ ഏത് വശത്ത്, ലെഫ്റ്റിലോ സെൻറ്ററിലോ റൈറ്റിലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇൻസൈഡ് കൊടുത്തു, റൈറ്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ടോ അവിടെ 5 മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്തത് ഇൻസൈഡിൽ റൈറ്റിൽ വന്നു. എനിക്ക് തോന്നുന്നത് മിഡിലാണ് വേണ്ടത്, അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്റർ ആക്കിയാൽ മതി. ഓക്കെ കൊടുത്താൽ കണ്ടോ ആ 5 മിനിറ്റ് സെൻറ്ററിൽ വന്നു. ഇനി എനിക്ക് തോന്നുകയാണ് അത് ഈ ബോക്സിൻ്റെ പുറത്തോട്ടാണ് നല്ലത്, ഇൻസൈഡ് വേണ്ട, ടോപ്പ്. അപ്പോൾ ടോപ്പ് കൊടുത്തു, കണ്ടോ അപ്പോൾ ആ ബോക്സിൻ്റെ പുറത്ത്. അങ്ങനെ നമുക്ക് ബോട്ടം കൊടുത്താൽ താഴ്ത്ത് വരും. അങ്ങനെ ഈ ലെഫ്റ്റിലോ സൈഡിലോ ഏത് വേണമെങ്കിലും ഏത് ഭാഗത്താണ് ഇത് വരേണ്ടത് എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിനകത്തുള്ള കാര്യം. ഇനി ഏത് ടൂളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ലൈനാണ്, ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ട്രെൻഡ് ലൈൻ്റെ ടൂൾ എടുത്തു. ഇവിടെ നിന്നാണ് വരക്കേണ്ടതെങ്കിൽ കണ്ടോ ഞാൻ ഇങ്ങനെ ക്യാൻഡിൽസിനെ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ചു. ജസ്റ്റ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, കണ്ടോ ഇങ്ങനെ വന്നു. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി അതിൻ്റെ കളറ് കട്ടിയൊക്കെ കൂടണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റൈല്, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈനിൻ്റെ കളർ ഇവിടെ കൊടുക്കാം.
അതേമാതിരി കട്ടി കൂട്ടണമെങ്കിൽ ഇതാ നോർമൽ ആരോ ടൈപ്പ് വേണോ എന്നൊക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ലൈൻ സ്റ്റൈൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഓക്കെ, ലൈന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്താൽ ഇപ്പോൾ കണ്ടോ അതൊരു ലൈന് പോലെയായി. ഇനി അതിൻ്റെ സെറ്റിങ്സ് 1 പിക്സൽ എന്നുള്ളത് 4 ആക്കി കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് കട്ടി കൂടും. 1 പിക്സൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും അതിൻ്റെ സെറ്റിങ്സ്. ഇതിനകത്ത് എന്താ തിക്നെസ് ലൈനിനാക്കി കണ്ടോ പഴയ പോലെയായി. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ ടൂൾസ് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഷോ ഓൺ ചാർട്ട് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്, അതവിടുന്ന് പോയിട്ടുണ്ട്. ഇനി ഈ ഡ്രോയിങ്സ് ഒക്കെ മായ്ക്കണമെങ്കിൽ ഇവിടുന്ന് പ്രസ് ചെയ്തു റിമൂവ് നെക്കി റിമൂവ് ഡ്രോയിങ്സ് കണ്ടോ ചാർട്ട് മൊത്തത്തിൽ ഇതുവരെ വരച്ചത് എല്ലാം പോകട്ടോ. ഇതുവരെ വരച്ചത് മൊത്തത്തിൽ പോകും. ഈ പെൻസിൽ കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയ ഇവിടെ കുറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അത് പൊതുവേ ആൾക്കാർ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ പെൻസിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തത് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അനാലിസിസ് ആണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ കമ്പയർ തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അലർട്ട് അത് നമ്മൾ അലാറം വെക്കാനുള്ളതാണ്. അലർട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഏത് വാല്യൂവിലാണ് മാർക്കറ്റ് എത്തുമ്പോൾ അലാറം അടിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് അടിച്ചു. ഇപ്പോൾ ഇവിടെ വന്നു അല്ലേ. ഇനി എനിക്ക് തോന്നുകയാണ് ഈ ഒരു ഭാഗം മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നത് അവിടെ എത്തുമ്പോൾ എനിക്കൊരു ബൈ എടുക്കണം എന്ന് വെക്കുക. ബൈ എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇതാ ഇവിടെ ഈ ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴത്തോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഞാൻ അവിടെ ബൈ നോക്കുന്നുണ്ട് നിൽക്കുക. അവിടെ ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് അലാറം വരുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് അതിൽ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം യൂറോ USDയിൽ ആ വാല്യൂ, അത് ഈ വാല്യൂ ആണ് ഇവിടെ, ഈ വാല്യൂവിൽ എത്തുന്ന സമയത്ത് അലാറം വരും എന്ന് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. തൽക്കാലം ഞാനത് ഒന്നും ചെയ്യുന്നില്ല. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ആ ലൈനിൽ പ്രസ് ചെയ്യുക, ഇതുപോലെ വരും. ആ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഓപ്ഷൻ ചോദിക്കും, പോയി. കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇനി നമുക്ക് ലേഔട്ട് സെറ്റപ്പ് കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. തൽക്കാലം അതൊന്നും നോക്കണ്ട. അതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. പിന്നെ ഇത് പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സെർച്ച് ബോക്സ് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ മൂവിങ് ആവറേജ്, ഈ മൂവിങ് ആവറേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് 50 മൂവിങ് ആവറേജ്, 100 മൂവിങ് ആവറേജ് എന്നൊക്കെ അല്ലേ, 200 മൂവിങ് ആവറേജ് എന്നൊക്കെ. അപ്പോൾ ഈ മൂവിങ് ആവറേജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൂവിങ് ആവറേജ് വരും. ഞാൻ ഏറ്റവും ആദ്യം കാണുന്ന മൂവിങ് ആവറേജ് സെലക്ട് ചെയ്തു, ബാക്കോട്ട് പോയി, വീണ്ടും ബാക്ക് അടിച്ചു. ചാർട്ട് ഏറ്റവും താഴെ ചാർട്ടിലൊന്ന് 2 വട്ടം പ്രസ് ചെയ്താൽ മതി. ഇനി ചാർട്ടിനകത്ത് മൂവിങ് ആവറേജ് പ്ലോട്ടായി വന്നിട്ടുണ്ട്. എന്തിനാണ് മൂവിങ് ആവറേജ് എന്ന് നമുക്ക് ചാർട്ടിൽ നോക്കിയാൽ തന്നെ കാണാം. നല്ല ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയകളെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പല പല മൂവിങ് ആവറേജുകളുണ്ട്. ഇതിൽ മൂവിങ് ആവറേജിൻ്റെ EMA എന്ന് പ്രസ് ചെയ്താൽ ഇവിടെ കാണാൻ കണ്ടോ, ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കിയ ഒരു ആരോ മാർക്ക് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഏതെല്ലാമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അവിടെ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഒരു ഐൻ്റെ ചിത്രം കാണാം. ഐമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. കണ്ടോ, ചാർട്ടിലേക്ക് നോക്കുക, അത് പോയി. ഇനി ഐയിൽ പ്രസ് ചെയ്യുമ്പോഴോ മൂവിങ് ആവറേജ് വന്നു. അതിന് ഹൈഡ് ചെയ്യാനുള്ള ഒരു ടൂളാണിത്. രണ്ടാമത്തത് മൂവിങ് ആവറേജിൻ്റെ സെറ്റിങ്സ് ആണ്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് 9 ആണ് ഇവിടെ, ഞാനത് 50 കൊടുത്തു. ഓക്കെ, 50 മൂവിങ് ആവറേജ്. അല്ലെങ്കിൽ അവിടെ 21 കൊടുത്തു. ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം, ഇട്ടു. കണ്ടോ, 21 കൊടുത്തപ്പോൾ മൂവിങ് ആവറേജ് ഇങ്ങനെയായി. ഇനി 50 കൊടുത്താലോ, കണ്ടോ 50 കൊടുത്തപ്പോൾ മൂവിങ് ആവറേജ് ഇങ്ങനെയായി. അതായത് നമുക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഉണ്ടാവും, അത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് പോലെ അത് വർക്ക് ആവുന്നുണ്ടാവും. ഓക്കെ, വൺസ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ മാർക്കറ്റ് മുകളിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്ററാണ്. ഇനി 100 കൊടുത്താലോ, ഇതാണ് 100 കൊടുത്തപ്പോൾ കുറച്ചുകൂടി മുകളിലെത്തി. കണ്ടോ, 100 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി അതിന് പെർഫെക്ഷൻ കൂടും. ഓക്കെ, മാർക്കറ്റ് ഓൺ സെൽ സൈഡ്. അതായത് ഈ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് മാർക്കറ്റ് വെച്ചെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, മൂവിങ് ആവറേജിൻ്റെ മുകളിലാണെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡാണ്. വൺസ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ കണ്ടോ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് മാറി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനനുസരിച്ചൊക്കെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ തൽക്കാലം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് നോക്കി കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. താഴത്തോട്ട് അങ്ങോട്ട് കൂടെ സ്ലൈഡ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായി. ഇനി ഇതിൽ കണ്ടോ ചാർട്ട് ടൈപ്പ്, ടെംപ്ലേറ്റ്സ്, അലർട്ട്, ബാർ റിപ്ലൈ, ചാർട്ട് ടൈപ്പ്. ഈ ചാർട്ട് ടൈപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് തരം ചാർട്ടുകളുടെ ടൈപ്പ് ഉണ്ട്. ലൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ചാർട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്ത ചില സംഗതികൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. അതിന് ഇത് നോക്കി ലൈൻ എടുത്തു, ഈ ഒരു അറ്റത്ത് നിന്ന് ചാർട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്ലോട്ട് ചെയ്യാം. കണ്ടോ, ഇതെന്താണ്, ഒരു ബ്രേക്കോ സ്ട്രക്ചർ അല്ലേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച്. ജസ്റ്റ് അതിൽ ഡബിൾ പ്രസ് ചെയ്യുക, ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് പോവുക, ഇവിടെ BOS ഓക്കെ ടൈപ്പ് ചെയ്തു. ടെക്സ്റ്റ് അലൈൻമെൻറ്റിൽ മിഡിൽ സെൻറ്റർ. ഓക്കെ, കണ്ടോ അതവിടെ വന്നു. ഇനി
നമ്മൾ MSS പഠിച്ചല്ലോ അല്ലേ? MSS പഠിച്ചാൽ എന്താ, ഡൗൺ ട്രെൻഡിൽ വരുന്ന ഒരു മാർക്കറ്റിൽ തിരിച്ച് കയറുന്ന സമയത്ത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്വിങ്, എന്തിനെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്വിങ് ഹൈയിനെ കട്ട് ചെയ്യുമ്പോൾ MSS ആവും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് MSS ഇനി വരേണ്ടത് എവിടെയാണ്? ട്രെൻഡ് ലൈൻ എടുത്തു, ഇതല്ലേ ലാസ്റ്റ് സ്വിങ് ഹൈ എന്ന് പറയുന്നത്. ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു അപ് ട്രെൻഡിലേക്ക് പോവോ ഇല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അവിടെ ഡബിൾ പ്രസ് ചെയ്തു, ഞാൻ MSS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ കട്ട് ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്കൊരു ട്രേഡ്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഒരുപാട് സ്ട്രക്ചറുകൾ കണ്ടില്ലേ, പ്രധാനപ്പെട്ട സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഷോട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു ലാസ്റ്റ് ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചർ പ്രകാരമാണെങ്കിൽ ഇവിടെ ഒരു സ്വിങ് ഹൈ ഉണ്ട്, ഇതൊരു സ്വിങ് ഹൈ ആയിരിക്കും. ആ ഒരു സ്വിങ്ങിനെ ഉണ്ടോ, ഇതൊരു എന്താണ് MSS ആണോ? അതെ, പക്ഷെ എന്താണ് മൈനർ MSS ഉണ്ടോ? നമുക്കവിടെ ഓക്കെ ഉണ്ടോ, ഇതൊരു മൈനർ MSS മാർക്കറ്റ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം. മൈനർ MSS തന്നിട്ട് മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. വൺസ് ആ ഹൈനെ കട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, BOS അല്ലേ, പിന്നെ BOS കിട്ടിയില്ലേ, BOS സംഭവിച്ചു. അങ്ങനെ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മൈനറിൻ്റെ കേസിൽ ഇങ്ങനെയാണെങ്കിൽ മേജറിൻ്റെ കേസിൽ ഇങ്ങനെയാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെ, ഒന്ന് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെഷനും ഇൻഡിക്കേറ്റേഴ്സ് എടുക്കൽ ഇങ്ങനെയാണ്, അതുപോലെ ചാർട്ടിൻ്റെ ടൈപ്പ് ക്യാൻഡിലിനാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഇത് നോക്കുക, ഇവിടെ ഒരു ആരോ മാർക്ക്, ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് ആരോ മാർക്ക് അല്ലേ. ഈ ആരോ മാർക്ക് എന്താണെന്നറിയോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചാർട്ടിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഒന്നുകൂടി മാറ്റം വന്നു, ഒന്നുകൂടി പ്രസ് ചെയ്താൽ കണ്ടോ ഓരോ തവണയും ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ചാർട്ടിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെന്താ മാറ്റം എന്നറിയോ, നമ്മൾ അണ്ടു ആണ്. ഇപ്പോൾ നമ്മളെ കൈ തട്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു വാല്യൂ ഇങ്ങോട്ട് നീങ്ങിപ്പോയി നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു BOS ഒന്നും ഇങ്ങനെ ഇങ്ങോട്ടായി നോക്കുക. കൈ തട്ടിപ്പോയതാണ്, എനിക്കറിയില്ലായിരുന്നു. ഇതിനി എവിടെ കൊണ്ട് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പ്രീവിയസ് സ്ഥലം എവിടെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടോ അതിങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടോ ഓരോ തവണ കണ്ടോ അതവിടെ വന്നു പൂർവ്വസ്ഥാനത്തേക്ക്. കണ്ടോ എന്താണോ നമ്മൾ മുന്നേ ചാർട്ട് ഉണ്ടായിരുന്നത് ആ ചാർട്ടിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ മുന്നേ എന്തായിരുന്നു, അതിൻ്റെ മുന്നേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയത് അടക്കം അത് കണ്ടോ കാണിക്കുന്നുണ്ട്. കണ്ടോ മൂവിങ് ആവറേജ് വെച്ചിരുന്നു, പിന്നെ അത് കളഞ്ഞു. ഇങ്ങനെ ബാക്കോട്ട് നീക്കണതിനനുസരിച്ച് കണ്ടോ ഓരോ ചേഞ്ചുകളും ബാക്കോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിനകത്തുള്ള കാര്യം. ഇവിടെ മറ്റൊരു സംഗതിയുണ്ട്, ഈ ആരോ മാർക്കിൻ്റെ കഴിഞ്ഞിട്ട് റീഡോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇതുവരെ ബാക്കോട്ടുള്ളത് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇനി മുന്നോട്ട് നമുക്ക് ഉള്ള ചേഞ്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് അത്. ഇനി അടുത്തതൊരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടിൻ്റെ അടിഭാഗം പോയി ഫുള്ളായിട്ട് ചാർട്ടിന് ഒന്നും കൂടി സ്പേസിൽ കിട്ടി. വീണ്ടും അതിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു. ഇനി ഐഡിയയിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഏറ്റവും കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടാവുക, ശ്രദ്ധിക്കുക. അത് അങ്ങോട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ചാർട്ട് ഇമേജ്, ഷെയർ ചാർട്ട് ഇമേജ്, ഷെയർ ലിങ്ക്. സേവ് ചാർട്ട് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലോട്ട് സേവ് ചെയ്യാൻ പറ്റും. ഷെയർ ചാർട്ട് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്ന ഈ ഒരു ഇമേജിനെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ലിങ്ക് ഇമേജ് കൊടുത്തു കഴിഞ്ഞാലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലിങ്ക് രൂപത്തിൽ ആയി മാറി ആ ലിങ്കിനെ നമുക്ക് ഗ്രൂപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചാർട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും സെറ്റപ്പുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാല്യൂവിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയത് ഇവിടെ കണ്ടോ ഒരു സെറ്റിങ്സിൻ്റെ ചിത്രം. ഇതിനകത്താണ് ഇനി കുറച്ച് കാര്യങ്ങളുള്ളത്. ഇത് ഈ ഒരു രൂപത്തിലൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചിലത് ടിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ടിക്കുകളാക്കി മാറ്റുക, ടിക്ക് ഉള്ളതിന് ടിക്ക് ഒഴിവാക്കുക, ഈ രൂപത്തിലാക്കുക. മോർ സെറ്റിങ്സ് എന്ന് താഴത്ത് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽസ് ആൻഡ് ലൈൻസ് എന്നാണ് ഏറ്റവും മുകളിൽ കാണുന്നത് അല്ലേ. ജസ്റ്റ് അതിൻ്റെ സൈഡിലുള്ള ആരോയിൽ ഒന്ന് പ്രസ് ചെയ്യുക, ബാക്കോട്ട് പോയി. ഇതാണ് പ്രധാനപ്പെട്ട സെറ്റിങ്സിനകത്ത് സിമ്പിൾ, സ്റ്റാറ്റസ് ലൈൻ, സ്കെയിൽ, ക്യാൻവാസ്, ട്രേഡിംഗ്, അലർട്ട്, ഇവൻറ്റ്, ഇത്രയും കാര്യങ്ങളുള്ളത്. അതിൽ ആദ്യം സിമ്പിളിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിലിൻ്റെ ബോഡി, ബോർഡർ, വിക്ക്, ഈ കാര്യങ്ങളെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ബോഡി കളറ് ബ്ലൂ മാറ്റി റെഡ് ആക്കി കഴിഞ്ഞു. ഇതിങ്ങനെ ആക്കി. അതായത് ആദ്യം കാണുന്നത് ബുള്ളിഷ് ക്യാൻഡിലും രണ്ടാമത് കാണുന്ന കളറ് ബെയറിഷ് ക്യാൻഡിൻ്റെ കളറുമാണ്. അപ്പോൾ ഞാൻ ബെയറിഷിനെ റെഡും ബുള്ളിഷിനെ ഗ്രീനും ഒന്നാക്കി. കണ്ടോ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ക്യാൻഡിലിൻ്റെ കളറ് ഇങ്ങനെയായി. വീണ്ടും താഴത്തെ സെറ്റിങ്സിൽ വരിക, മോർ സെറ്റിങ്സിൽ വരിക, ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്യുക, സിമ്പിൾ എടുക്കുക. കണ്ടോ എനിക്ക് ഈ ഒരു കളറ് ആവശ്യമില്ല, ഇതിൻ്റെ മുമ്പത്തെ കളർ എന്തായിരുന്നു കണ്ടോ. കളേഴ്സൊക്കെ നമുക്കിങ്ങനെ
ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഈ കളർ മതി. അപ്പോൾ അണ്ടു അടിച്ചിട്ട് ഞാൻ പഴയ കളറാക്കി. മോർ സെറ്റിങ്സിൽ വന്നു, സ്കെയിൽസിൻ്റെ തീർത്തു. അപ്പോൾ സിമ്പിൾസിനകത്ത് ഇത്രയും കാര്യങ്ങൾ മാറ്റാം. സിമ്പിൾസിനകത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട അടുത്തൊരു കാര്യം ടൈം സോണ്. ഈ ടൈം സോണ് നിങ്ങൾ ഇതാ UTC + 5:30 കൊൽക്കട്ട സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് ചാർട്ടിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഇന്ത്യൻ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റുക ലൈവായിട്ട്. സ്റ്റാറ്റസ് ലൈനകത്ത് എന്താ ഉള്ളത് ഇതേപോലെ തന്നെ ആണോ നോക്കുക, അല്ലെങ്കിൽ ഇതേപോലൊക്കെ ടിക്ക് ചെയ്തിട്ട് ആക്കി മാറ്റാം, വലിയൊരു അലമ്പില്ലാത്ത രൂപത്തിൽ. പിന്നെ ബാക്ക് അടിക്കുക. സ്കെയിൽസ് ആൻഡ് ലൈൻസ് ഇതിനകത്ത് നമ്മൾ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ലൈനുകൾ കാര്യങ്ങളൊക്കെ ഏത് കളർ വേണമെന്നാണ്. ഇത് ക്യാൻവാസാണ്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇപ്പോൾ ബ്ലാക്കാണ് കൊടുത്തുള്ളത്. ഇത് നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ ഇവിടെ വൈറ്റിൽ പ്രസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഒരു ഈ കളറാണ് വേണ്ടിച്ചെങ്കിൽ അത് പ്രസ് ചെയ്യാം. കണ്ടോ, അല്ല മനോഹരമായ കളറുകൾ ഇതുപോലെ നിങ്ങൾക്ക് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. എവിടെയായിരുന്നു? ക്യാൻവാസിൽ ഈ കളർ ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് മതി. ഇനി ഗ്രിഡ് ലൈൻസിന് അണ്ണ് കൊടുക്കാം. ക്രോസ് ഹെയർ അതൊന്നും വേണ്ട. വാട്ടർമാർക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുക്കുക. ഉണ്ടോ, ബാക്കിൽ കണ്ടോ EURUSD 3 എന്ന് പറഞ്ഞിട്ടുള്ളത്, അതാണ് വാട്ടർമാർക്ക് കേട്ടോ. അത് ഒരു രസമില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, വാട്ടർമാർക്ക് ഓഫ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കാര്യം. ടെക്സ്റ്റ് നാവിഗേഷൻ ഇതിങ്ങനെ തന്നെയാണോ നോക്കുക. ഇനി ട്രേഡിങ് ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബൈ ആൻഡ് സെൽ ബട്ടൺ ഒഴിവാക്കുക, അൺടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ടിക്ക് ആണോ നോക്കുക. വീണ്ടും ബാക്കോട്ട് വരിക. പിന്നെ അലർട്ടാണ്, അത് പ്രശ്നമൊന്നുമില്ല. ഇവൻറ്റ് അതും വേണമെന്നില്ല. അപ്പോൾ കാര്യമായിട്ട് ഇത്രയും സെറ്റിങ്സാണ് മാറ്റാനുള്ളത്. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ ഇതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഈ രൂപത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ട്രേഡിംഗ് മീൻ്റെ ആപ്പിനെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും.